നെന്മാറയിൽ പശു ചത്തു. 4 മാസം ഗർഭിണിയായ പശുവാണ് മേഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം വീട്ടിൽ ചത്തത്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. സമീപത്തെ പറമ്പിൽ 2 പശുക്കളെ മേയാൻ വിട്ടതായിരുന്നു. വൈകിട്ട് തിരിച്ചെത്തിയപ്പോഴാണ് ഒരു പശു സംഭ്രമം പ്രകടിപ്പിച്ചത്. വെറ്റിനറി ഡോക്ടർമാരെ വിളിച്ചെങ്കിലും എത്തിയില്ല. മൊബൈൽ വെറ്റിനറി ഉണ്ടെങ്കിലും അവർ 5000-ഓളം രൂപ ആവശ്യപ്പെട്ടതായി പറയുന്നു. മറ്റേ പശുവിന് മരുന്ന് നൽകി രക്ഷപ്പെടുത്തി. പോത്തുണ്ടി കൊടുവാൾപ്പാറ സ്വദേശികളായ സെൽവന്റെയും ശാന്തയുടെയും പശുവാണ് ചത്തത്. ഇവർ തനിച്ചാണ് ഇവിടെ താമസിക്കുന്നത്. ഒടുവിൽ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന റിട്ടയർഡ് വെറ്റിനറി ജീവനക്കാരെ വിളിച്ചാണ് മരണം സ്ഥിരീകരിച്ചത്. സൂര്യാഘാതമാണോ വിഷം തീണ്ടിയതാണോ എന്ന് വ്യക്തമല്ലെന്ന് വയോധികരായ സെൽവനും ശാന്തിയും പറഞ്ഞു. ഇല്ലാണ്ടായിട്ട് ഒരു കാല് വയ്യാത്ത ഒരു കമ്പൗണ്ടറാണ് വന്ന് അതിനെ രക്ഷപ്പെടുത്തിയത്. കഞ്ഞി കുടിക്കാൻ വഴിയില്ലാണ്ട് ഞാനിത് വാങ്ങിയതാണ്. എനിക്ക് വേറെ വെളിയിൽ പണിക്കൊന്നും പോകാൻ അറിയില്ല. അതുകൊണ്ട് ഈ മാട് കെട്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഇതിൻ്റെ പാല് കൊണ്ട് തികയാത്തത് കൊണ്ടാണ് ഇപ്പോൾ ലോൺ എടുത്തിട്ട് ഒരു മാട് വാങ്ങിച്ചത്. ഇന്ന് 2 ലിറ്ററേ ഉള്ളൂ. അല്ലെങ്കിൽ ഇന്നലെ 14 ലിറ്റർ പാല് കറന്നാണ് 2 പേരേക്കും കൂടി. ഡോക്ടറിനെ അന്വേഷിച്ച് 12 മണി വരെ ഞങ്ങൾ അലഞ്ഞു തിരിഞ്ഞിട്ട് ഡോക്ടർ ഒരിടവും ഇല്ലാണ്ടായപ്പോൾ കമ്പൗണ്ടറാണ് പിന്നെ വന്ന് ഇതിനെ രക്ഷപ്പെടുത്തിയത്. മേയ്ക്കാൻ കൊണ്ട് പോയിട്ട് ഓടി വന്ന് ഒരു വെള്ളവും കുടിച്ച് അങ്ങോട്ട് കിടന്ന് പൊരിയാൻ തുടങ്ങി. പിന്നെ എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല. അതായത് ഡോക്ടറിന്റെ അഭാവം ഇവിടെ ഉണ്ട്. നമ്മൾ അത്യാവശ്യത്തിന് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പശുവിന് കുത്തിവെക്കാനാണെങ്കിലും പെട്ടെന്നുണ്ടാവില്ല. അപ്പോൾ ഒരു ഡോക്ടർ അവിടെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും അവിടെ ആശുപത്രിയിൽ ആളുകൾ വരുമ്പോൾ അത് കഴിഞ്ഞിട്ടേ വീട്ടിലേക്ക് വരുള്ളൂ. അപ്പോൾ ആ ഒരു അഭാവം നിറയെ പരാതികൾ വന്നിട്ടുണ്ട്. നമ്മൾ പഞ്ചായത്തിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും മെമ്മോറണ്ടം ഒപ്പിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ഒന്നും ഒരു നടപടിയും എടുക്കണില്ല. എന്നിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കാൻ കർഷകർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡോക്ടറിൻ്റെ അഭാവം നല്ല പോലെ. ഇന്നലെ നെറ്റ് സർവീസുള്ള വിളിച്ചിട്ട് കിട്ടിയില്ല. ഇതന്നെയാണ് എപ്പോഴും. അപ്പോൾ ഒരു പശുവിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആരുമില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പശു 2 പശു ഉള്ളവർ നിർത്തും, ആ പരിപാടി നിർത്തും. ക്ഷീരകർഷകർ ഈ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ട്. മനുഷ്യന് അസുഖം വരുന്ന മാതിരി തന്നെയാണ് ഇപ്പോൾ കാലികൾക്കും ഈ പശുക്കൾക്കും ഒക്കെ ഇങ്ങനെ അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് ഓടിപ്പോയി വരുന്ന സമയത്ത് ആശുപത്രിയിൽ ഡോക്ടർ ഇല്ലാത്തത് വലിയൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് നമ്മൾ പഞ്ചായത്ത് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞിരുന്നാൽ നമുക്ക് ഡോക്ടർമാരെ നിയമിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇത് എല്ലാവരും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി രാത്രി കാലങ്ങളിൽ ഡോക്ടർമാർ വേണം. ഇതിപ്പോൾ പ്രൈവറ്റ് റിട്ടയർഡായ ഡോക്ടറെ പോയി വിളിച്ചിട്ടും അയാൾ പിന്നെ വരില്ല പറഞ്ഞ് അതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആശുപത്രിയിൽ പോയി പിന്നെ ഈ രാത്രിയൊക്കെ വരുന്ന ആരോ ഒരു ടീമുണ്ട് ഓൺലൈനായിട്ട്. അവർ വിളിച്ചപ്പോൾ കണ്ണമ്പറയിലാണ് ഞങ്ങൾ വരാം, 4500 രൂപയും പിന്നെ മരുന്നിൻ്റെ പൈസ വേറെയും വേണമെന്നൊക്കെ പറഞ്ഞത്. ഇതേമാതിരിയുള്ള പാവങ്ങൾക്കൊക്കെ ഇത്രയും ഇത് കെട്ടിവെക്കാൻ പറ്റുമോ? സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് പിന്നെ വേറെ ആരോ വിളിച്ച് പറഞ്ഞിട്ടാണ്, പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ ആരോ വിളിച്ചിട്ടാണ് ഈ കമ്പൗണ്ടർ വന്ന കാരണമാണ് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് വന്നുകൊണ്ട് അതിനെ ഒരെണ്ണത്തിനെ രക്ഷപ്പെടുത്താൻ പറ്റി. അയാൾ വന്നില്ലെങ്കിൽ ഒരു അരമണിക്കൂർ വൈകിയതാണെങ്കിൽ അതും പോയിട്ടുണ്ടാവും. ഇവരുടെ ഏക വരുമാന മാർഗമാണിത്. UTV ന്യൂസ്, പാലക്കാട്.